بسم الله الرحمن الرحيم. الدرس الخامس أنجابة പാഠം. يقول المدرس അധ്യാപകൻ പറയുന്നു من فتح باب الفصل. من فتح باب الفصل ആരാണ് ക്ലാസ് മുറിയുടെ വാതിൽ തുറന്നത്? മൻ ആരാണ് ഫതഹ തുറന്നത് ബാബൽ ഫസ്ലി ക്ലാസ് മുറിയുടെ വാതിൽ. ഫതഹ എന്നുള്ളതാണ് ഇവിടുത്തെ ഫിഅല്. അതിൻ്റെ ഫായില് ദമീർ മുസ്തതിറാണ്. പിന്നെ മഫ്ഊൽ ബിഹി ബാബ എന്നുള്ളതാണ്. അൽ ഫസ്ൽ ഇതിൻ്റെ മുദാഫ് ഇലൈഹിയാണ്. ഹാമിദ് പറയുന്നു അന ഫതഹ്തുഹു, ഞാനാണത് തുറന്നത്. ഇവിടുത്തെ ഫായില് ഈ തു എന്നുള്ള താവുൽ ഫായിലാണ്. ഹു എന്നുള്ള ഈ ദമീർ അതിൻ്റെ മഫ്ഊൽ ബിഹിയാണ്. അന ഫതഹ്തുഹു. അപ്പോൾ മുദരിസ് ചോദിച്ചു വമൻ ഫതഹ നവാഫിദ, ആരാണ് ജനാലകൾ തുറന്നത്? അലി പറഞ്ഞു അന ഫതഹ്തുഹ, ഞാനാണത് തുറന്നത്. ഇവിടെ തു എന്നുള്ളത് ഫായിലും ഹ എന്നുള്ളത് മഫൂൽ ബിഹിയാണ്. ഹ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നവാഫിദ. കാരണം അത് ജംഉ ഗൈർ ആഖിലായതുകൊണ്ട് അതിനെ മുഫ്രദ് മുഅന്നസ് ആയിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് അന ഫതഹ്തുഹ. മുദ്രിസ് പറഞ്ഞു മൻ കസറ ഹാദൽ മക്തബ, ആരാണ് ഈ മേശ തകർത്തത്? കസറ എന്ന് പറഞ്ഞാൽ തകർക്കുക. ഇവിടെ ഹാദ അൽ മക്തബ, ഹാദ എന്നുള്ളതാണ് ഇതിന് മഫൂൽ ബിഹി. അഅൻത കസർതഹു യാ ഹാഷിമു, നീയാണോ അത് തകർത്തത് ഓ ഹാഷിം? ഇവിടെ ത എന്നുള്ളതാണ് ഫായില്, ഹു എന്നുള്ളത് മഫൂൽ ബിഹി. അപ്പോൾ ഹാഷിം പറഞ്ഞു ല ഇന്നി മാ കസർതുഹു, ഇല്ല ഞാനത് തീർച്ചയായിട്ടും തകർത്തിട്ടില്ല. പിന്നെ മുദ്രിസ് ചോദിച്ചു അറജഅ സക്കരിയ വഹംസതു വഉസ്മാനു മിൻ മക്കത, സക്കരിയയും ഹംസയും ഉസ്മാനും മക്കയിൽ നിന്ന് തിരിച്ചു വന്നു. ഹാമിദ് പറഞ്ഞു ല മാ റജഉ, ഇല്ല അവർ തിരിച്ചു വന്നിട്ടില്ല. ഇവിടെ ഈ റജഉ എന്നുള്ളത് ഈ വാവുൽ ജമാ ആണ് ഇതിൻ്റെ ഫായില്. തബാൻ ഈ വാവുൽ ജമാ സക്കരിയ ഹംസ ഉസ്മാനെ പറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അബ്ബാസ് പറഞ്ഞു യ ഉസ്താദു, ഓ ഉസ്താദെ, ഖറജ തുല്ലാബുൽ ജുദുദു വദഹബു ഇല മുദീരി, പുതിയ വിദ്യാർത്ഥികൾ അവർ പുറത്തുപോയി. വദഹബു ഇല മുദീരി, എന്നിട്ട് അവർ മുദീറിൻ്റെ അടുത്ത് പോയി. ഖറജ എന്നുള്ളതാണ് ഇവിടുത്തെ ഫിഅല്. അതിൻ്റെ ഫായില് അത്തുല്ലാബു എന്നാണ്. അതിൻ്റെ സിഫ അല്ലെങ്കിൽ നാത്താണ് അൽ ജുദുദു, പുതിയ വിദ്യാർത്ഥികൾ. ദഹബ എന്നുള്ളത് വേറെ ഫിഅലാണ്. അതിൻ്റെ ഫായില് വാവാണ്, ഈ വാവുൽ ജമാ. ഈ വാവുൽ ജമാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അത്തുല്ലാബുൽ ജുദുദാണ്. അപ്പോൾ ഖറജയുടെ ഫായില് അത്തുല്ലാബ്, അത് ളാഹിറായിട്ടുള്ള ഒരു ഇസ്മാണ്. ദഹബയുടെ ഫായിലോ വാവുൽ ജമാ, അതവിടെ ഒരു ദമീറാണ്. അൽ മുദർരിസ് അധ്യാപകൻ പറഞ്ഞു അഫഹിംത ദർസ യാ തൽഹതു, നിനക്ക് പാഠം മനസ്സിലായോ ഓ തൽഹ? ഇവിടെ ദർസ, ഇവിടുത്തെ ഫായിൽ ത എന്നുള്ളതാണ്, താവുൽ ഫായിലാണ്. പിന്നെ ദർസ എന്നുള്ളത് ഈ ദർസാണ് ഇതിൻ്റെ മഫൂൽ ബിഹി. തൽഹ പറഞ്ഞു നഅം ഫഹിംതുഹു ജയ്യിദൻ, അതെ എനിക്കത് നല്ല രീതിയിൽ മനസ്സിലായി. ഫായിൽ ഇവിടെ തു ആണ്, താവുൽ ഫായിൽ. ഹു എന്നുള്ളത് അതിൻ്റെ ദമീറും അതിൻ്റെ മഫൂൽ ബിഹിയാണ്. അൽ മുദരിസു അധ്യാപകൻ പറഞ്ഞു അകതബ്തൽ അജ്വിബത യാ ഫൈസലു, നീ ഉത്തരങ്ങൾ എഴുതിയോ ഓ ഫൈസൽ? ഫായിൽ ഇവിടെ ത എന്നുള്ള ഇതാണ് ഫായില്. അൽ അജ്വിബ ഉത്തരങ്ങൾ, അതാണ് മഫ്ഊൽ ബിഹി. ഫൈസൽ പറഞ്ഞു ല മാ കതബ്തുഹ, ഇല്ല ഞാനത് അവ എഴുതിയിട്ടില്ല. ഇവിടെ തു എന്നുള്ളത് ഫായിലും ഹ എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്. അൽ മുദരിസ് അധ്യാപകൻ ചോദിച്ചു ലിമാദ, എന്തുകൊണ്ട്? ഫൈസൽ പറഞ്ഞു ലി അന്നനി മാ ഫഹിംതുൽ അസ്ഇല, കാരണം എനിക്ക് ചോദ്യങ്ങൾ മനസ്സിലായില്ല. ഇവിടുത്തെ ഫഹിംതു എന്നുള്ള ഈ ഫിഅലിൻ്റെ തു എന്നുള്ളതാണ് ഫായില്, അൽ അസ്ഇല എന്നുള്ളതാണ് അതിൻ്റെ മഫ്ഊൽ ബിഹി. അൽ മുദരിസ് അധ്യാപകൻ ചോദിച്ചു അഹഫിദ്ത സൂറത്ത് അൽ ഫജ്ർ യാ ഇബ്രാഹിമു, നീ സൂറത്ത് അൽ ഫജ്ർ മനപ്പാഠം ചെയ്തു ഓ ഇബ്രാഹിം? ഇബ്രാഹിം പറഞ്ഞു നഅം ഹഫിദ്തുഹ, അതെ ഞാനത് മനപ്പാഠം ചെയ്തു. തു എന്നുള്ളത് ഫായിലും ഹ എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്. വഹഫിദ്തു സൂറത്ത് തീന് അയ്ദൻ, സൂറത്ത് തീനും മനപ്പാഠം ചെയ്തു. ഇവിടെ ഈ ഹഫിദ്തു സൂറത്ത് തീൻ എന്നുള്ളതിൽ തു എന്നുള്ളത് ഫായിലും സൂറത്ത എന്നുള്ളതാണ് മഫ്ഊൽ ബിഹി. അത്തീൻ എന്നുള്ളതിൻ്റെ മുദാഫ് ഇലൈഹിയുമാണ്.